ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്റ്റ് റോളർ മൂവി മീഡിയ. ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന പടത്തിൻ്റെ റിവ്യൂ ഏതാണെന്ന് വെച്ചാൽ ലബ്ബർ പന്ത്. പടത്തിൽ അഭിനയിച്ച ഹരീഷ് കല്യാൺ, വിസാരണ ദിനേശ്, പിന്നെ ബാല സരവണൻ, പിന്നെ മലയാളികളുടെ സ്വന്തം സ്വസ്തിക എന്നിവരാണ് പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം എങ്ങനെ ചോദിച്ചാൽ അടിപൊളി പടം. ഒരുപാട് നാൾക്ക് ശേഷം ഒരു നല്ലൊരു സ്പോർട്സ് ഡ്രാമ കണ്ടതിൻ്റെ സന്തോഷമുണ്ട്. ലാസ്റ്റ് കണ്ട സ്പോർട്സ് ഡ്രാമ എൻ്റെ സംശയമാണെങ്കിൽ ലാൽ സലാമാണ്, പക്ഷെ അത് ഇറ്റ്സ് നോട്ട് വർക്ക്ഡ്. ബട്ട് അതിനുശേഷം കണ്ട ഒരു അടിപൊളി അതിനുശേഷം കണ്ട ഒരു സ്പോർട്സ് ഡ്രാമയാണിത്. അതിൻ്റെയും സ്റ്റോറി ഒന്നും അത്രയൊന്നും മീൻസ് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. സിനിമയുടെ കഥ പറഞ്ഞ് ഞാൻ സ്പോയിലർ ആക്കണില്ല. ഫസ്റ്റ് സ്റ്റോറി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ലൊരു സ്റ്റോറി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു സ്റ്റോറി ഉണ്ട്. പിന്നെ സ്ക്രീൻ പ്ലേ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഈ പടം ഡയറക്റ്റ് ചെയ്താരാന്ന് ശ്രദ്ധിക്കാൻ പറ്റില്ല, സോറി. ഒരു പുതുമുഖ ഡയറക്ടറാണെന്ന് മാത്രമേ എനിക്കറിയാവുള്ളൂ. പിന്നെ പടത്തിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന സീൻ റോൾഡൻ പറഞ്ഞ ഒരാളാണ്. അദ്ദേഹം ഒരുപാട് നല്ല പടത്തിനൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ മറന്നുപോയില്ല. ഒരുപാടെണ്ണൊക്കെ ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ മറന്നുപോയി. അങ്ങനെ എന്നോടൊരു പാട്ട് പാടിയിട്ടുണ്ട് തെലുങ്കിൽ. അത് അത്യാവശ്യം ഐറ്റമായിരുന്നു. സീൻ റോൾഡനാണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പടത്തിലെ മ്യൂസിക് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും നല്ലതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പെർഫോമൻസസിലൊരു പുതുമുഖ നടിയുണ്ട്, അത് ശരിയൊക്കെ പിന്നെ വിടാമെന്ന് വിചാരിക്കണം. പെർഫോമൻസസ് വൈസ് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ ഇത്തിരി ലാഗുണ്ട്. എന്നാൽ ഒരു ജസ്റ്റ് ഫോർ ഒരു 10 മിനിറ്റ്സ് മാത്രം. അത് കഴിഞ്ഞാൽ പടം നല്ലതായിട്ട് വന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പറയേണ്ട കാര്യമുണ്ട്, എഡിറ്റിങ് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി ദിനേശ് പുരുഷോത്തമൻ എന്ന് പറഞ്ഞ ഒരാളാണ് ചെയ്തിരിക്കുന്നത്. അത് അങ്ങേരോട് എന്താണ് സിനിമയുടെ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടറും പറഞ്ഞത് അതേപോലെ അവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പടത്തിന് വേണ്ടി എത്രയും നല്ലൊരു ചെയ്ത് വെച്ചിട്ടുണ്ട്. പടം ഒരു ബെസ്റ്റ് തിയേറ്റർ വാച്ച് തന്നെയാണ്. വനിത വിനിതയിൽ പോയിട്ടാണ് കണ്ടത്. 7 മണിക്കത്തെ ഷോയ്ക്കാണ് പോയത്. അത്രയ്ക്കും നല്ല പടം. ഹരീഷ് കല്യാണിൻ്റെ ലാസ്റ്റ് കണ്ട പടമായിരുന്നു. ഹരീഷ് കല്യാണിൻ്റെ ലാസ്റ്റ് ഉണ്ട് LG ആണ്, പക്ഷെ പാർക്കിംഗ് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അതാണ് കംബാക്ക് അല്ലെങ്കിൽ ഇതാണ് കംബാക്ക് എന്ന് എനിക്ക് കറക്റ്റായിട്ടൊന്നും പറയാൻ പറ്റില്ല. പിന്നെ വിസാരണ ദിനേശ് അങ്ങേര് കബാലിയിലുണ്ടായിരുന്നു, ജീവ എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കണേ. ഞാൻ അതുകൊണ്ട് അങ്ങനെയൊന്നും വല്ല പറയുന്നില്ല. അങ്ങേര് മര്യാദയ്ക്ക് അഭിനയിച്ചിട്ടുണ്ട്. പുതുമുഖ നടിയുടെ കാര്യം പറയാനാണെങ്കിൽ സഞ്ജന കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ഒരാളാണ് ആ സിനിമ റോൾ ചെയ്തിരിക്കുന്നത്. ഹരീഷ് കല്യാണിൻ്റെ നടിയായിട്ട് ദിനേശിൻ്റെ കേട്ടാണ് സ്വസ്തിക വന്നിരിക്കുന്നത്. സ്വസ്തിക അറിയാനില്ല, ചതുരം സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് ഞാൻ സത്യം പറയാതെ തെറി വിളിക്കാൻ തോന്നിയിട്ടുണ്ട്. കാരണം അപ്പാതിരി പടമായിരുന്നു. പടത്തിലാണ് ഒന്നുപോലും മര്യാദ കേട്ടിട്ടില്ല മതി. അതുകൊണ്ട് എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഭാഗം ബാക്ക് എന്ന് മാത്രമേ പറയാനുള്ളൂ. പടത്തിൽ വേറൊരു കാര്യം ഞാൻ പറയണമെന്നുണ്ടായിരുന്നു. ആർട്ട് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റണ്ടൊന്നുമില്ല, സ്റ്റണ്ടുള്ളതായിട്ട് തോന്നിയൊന്നുമില്ല. സാലറി 1-2 സാലറി അടിക്കണം അത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന IMDb റേറ്റിംഗ് എത്രയെന്ന് ചോദിച്ചാൽ ഒരു 10/10 ഉറപ്പായിട്ടും കൊടുക്കും. കാരണം അമ്മാതിരി നല്ലതായിട്ട് കാണാൻ പറ്റിയൊരു പടം നിങ്ങൾക്ക് കിട്ടി. അത്രയുള്ള പോയി പറക്കണം.
പറയാൻ പറ്റിയൊരു പടം. ഞാൻ വേണമെങ്കിൽ OTTയിലും പറഞ്ഞുതരാം. ഞാൻ ഒറ്റയ്ക്ക് പോയാൽ കണ്ടത്. ഇത് ഞാൻ സംതൃപ്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ആൻഡ് മസ്റ്റ് വാച്ച് മൂവി ഇൻ സ്പോർട്സ് ഡ്രാമ മൂവീസ് എന്നും കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കണിൽ ഓൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതും അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഡെൽറ്റ വസ്കസ്.